അല്ല ഗൈസ്, ഇതാണ് പൂപ്പാടം. ഒരു പെയിൻറ്റ് കമ്പനിക്ക് കൊണ്ടുപോവാണ്. പെയിൻറ്റ് കമ്പനിക്ക് ചാക്കിലാക്കി കൊണ്ടുപോവാണ്. പക്ഷേ എവിടെയോ കൊണ്ടാണ്? മൈസൂർ തമിഴ്നാട്ടിലെ എല്ലാം പോണേ. എല്ലാം തമിഴ്നാട്ടിലാണ് പോണെന്ന് പറഞ്ഞവർ. ആ, ഈ പൂ കൊണ്ടുപോകണേ. കമ്പനി ഉണ്ട്. ആ, ഇത് ഇവർക്ക് നിങ്ങൾക്ക് കിലോയ്ക്ക് വില 10 രൂപ. 1 കിലോ 10 രൂപ. കമ്പനിക്ക് 10 രൂപ. ആ, എല്ലായിടത്തും പൂവായോ? ഈ ഒരു പൂവേ ഉള്ളൂ? ചെണ്ടുമല്ലി. വേറെ കൃഷിയുണ്ട്. വേറെ കൃഷി എന്താ? ചോള, ആ, വെളുത്തുള്ളി, ആ, ശുണ്ഠി, ചോള. ആ ആ, നമുക്ക് കാണാൻ പറ്റുമോ? അതെന്താ? ഇതെന്താ? വെളുത്തുള്ളി. അവിടെ ഉണ്ട്, കാണിക്കട്ടെ. അവരെ വെളുത്തുള്ളി കൃഷിയൊക്കെ ഉണ്ട്. അവർ പണിയിലാണ്. അപ്പം നമ്മൾ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഇതാണ് കർണാടക സ്റ്റൈൽ. കേരളത്തിലെ വീടാണ്. കർണാടക കൃഷി സ്ഥലമൊക്കെ ഉണ്ടോ? നല്ല നമ്മുടെ നാട് പോലെ ഒരു പുല്ല് പോലെ നല്ല ഭംഗിയാക്കിയിട്ടാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മഞ്ഞൾ കൃഷിയാണ്. മഞ്ഞളും ചോളം. മഞ്ഞൾ കാണാത്തൊരു ഇതാണ് മഞ്ഞൾ, ചോളം, വാഴ, എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെ. ഞങ്ങൾ കർണാടകയിലെ പ്രത്യേകത. ഞാൻ വെളുത്തുള്ളി കൃഷി കാണാം. വെളുത്തുള്ളി ഇങ്ങനെ നട്ടു വെച്ചിട്ടേ ഉള്ളൂ. വെളുത്തുള്ളിയൊക്കെ നമ്മൾ വാങ്ങി കടയിൽ നിന്ന് കഴിക്കാന്നല്ലാണ്ട് ഇതെങ്ങനെ ഉണ്ടാകുന്നൊന്നും അറിയില്ലല്ലോ. ഇതാണ് വെളുത്തുള്ളി കൃഷി. അതൊക്കെ മേലെ കിടക്കുന്നുണ്ട്, കാണുന്നുണ്ടാവും നിങ്ങൾ നോക്കുന്നത്. ഞാൻ പറിക്കാനില്ല, കുറേ മൂക്കാണ്ട്. ഇതും വെളുത്തുള്ളി ഏക്കർ കണക്കിന് വെളുത്തുള്ളികൾ കിടക്കും. അടുത്ത കുണ്ടിൽപ്പേട്ട കാണാൻ നല്ല ഭംഗിയുള്ള, കുണ്ടിൽപ്പേട്ടൻ്റെ ഉൾഗ്രാമങ്ങളാണിത്. കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ പൂക്കൃഷിയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.